ഈ ഓൾഡ് ടൗൺ ഏരിയയിലോട്ടാണ് കുറച്ചുകൂടി ടൂറിസ്റ്റ്, അതുകൊണ്ടാണ് അവിടെ അധികം സുവനീർ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ. ഇവിടെ സ്പിരിറ്റ് മ്യൂസിയത്തിൻ്റെ അവിടെയാണ് നമ്മളുള്ളത്. പല പല ടൈപ്പ് അവരുടെ ഫീസ്റ്റ് എങ്ങനെയാണ്, പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു, ഇപ്പം എങ്ങനെയാണ് ചേഞ്ചസ്. അങ്ങനെ ഈ കാണുന്നത് നോർഡിക് മ്യൂസിയം ആണ്. നോർഡിക് മ്യൂസിയം അങ്ങനെ പലരും, ഇപ്പോൾ സ്വീഡിഷുകാർ തന്നെ ഒരുപാട് പേര് വന്നിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ഒരു സംഭവം അല്ലേ ഈ ട്രാം, ഒരു വൈബ് ഏരിയ ആണിത്. ഹേയ് ഗായ്സ്, ദിസ് ഇസ് ജിൻ ജാങ്കോ ഹിയർ. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഇപ്പം സ്റ്റോക്ക്ഹോമിൽ തന്നെയാണുള്ളത്. സ്റ്റോക്ക്ഹോമിലെ ഓസ്റ്റർമാം സോൾസ് ഹാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ഫുഡ് ഹാളിലാണ്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവരൊക്കെ അറിയാം, ഞാൻ ഇവിടെ ഒരു ഓയിസ്റ്ററൊക്കെ ട്രൈ ചെയ്തായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അവിടെ മുകളിൽ കൊടുത്തേക്കാം, നിങ്ങളത് പോയിട്ട് കണ്ടിട്ട് വരാം. ഇതൊരു സീരീസ് ആയിട്ടായിരിക്കും, സ്റ്റോക്ക്ഹോം ട്രാവൽ സീരീസ് ആയിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളതൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മളിനിയിപ്പം ഈ ഒരു നെയ്ബർഹുഡ്, അതായത് ഇതിൻ്റെ ചുറ്റിലുള്ള ഒരു ഓസ്റ്റർമാം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അങ്ങനെയാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങനെയാണ് പേര്. എന്തായാലും ഇതിൻ്റെ ചുറ്റുവട്ടമൊക്കെ ചുമ്മാ ഒന്ന് കറങ്ങി നടക്കുവാണ് അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നതിന് മുമ്പ്. കാരണം ഇതൊരു ഓരോരോ ചെറിയ ചെറിയ ഏരിയാസ്, അപ്പോൾ സ്റ്റോക്ക്ഹോമിൽ അങ്ങനെ വരുന്നത് ചെറിയ ചെറിയ ഏരിയാസായിട്ട് അങ്ങനെയൊരു സെറ്റപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമായിട്ടുള്ള ഒരു സ്ഥലം, വേറൊരു സ്ഥലത്തിന് വേറൊരു പേര്. ഭയങ്കര കുറച്ച് പാടാണ് ഇവരുടെ ഓരോ പേരിൻ്റെ സ്ഥലത്തിൻ്റെ പേരിൻ്റെ ഒക്കെ പ്രൊണൗൺസിയേഷൻ പറയാനൊക്കെ. അപ്പം നമുക്ക് നോക്കാം, അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഞാൻ ഇതിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ നടക്കുമ്പോൾ സംഭവം ഒരുപാട് ഷോപ്പുകളുണ്ട്, ഒരുപാട് കാഫേസ് ഉണ്ട്, ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ഏരിയാസൊക്കെ മൊത്തം ഒരു ടൂറിസ്റ്റ് സെറ്റപ്പ് അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അതായത് കാഫേസ് ഇവിടെ നോർമൽ ഇവിടെ ഉള്ളവർ വന്ന് കഴിക്കുന്ന അങ്ങനത്തെ കാഫേസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സംഭവം ഈ ഓൾഡ് ടൗൺ ഏരിയയിലോട്ടാണ് കുറച്ചുകൂടി ടൂറിസ്റ്റ്, അതുകൊണ്ടാണ് അവിടെ അധികം സുവനീർ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ. ഇവിടെ നോർമൽ ഷോപ്പുകൾ, ഇവർക്ക് സാധനങ്ങൾ മേടിക്കാനും പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റിയ അങ്ങനത്തെ നോർമൽ ഷോപ്പുകളാണ് ഞാനവിടെ കാണുന്നത്. സംഭവം അല്ലാതെ സുവനീർ ഷോപ്പുകളോ അങ്ങനത്തെ ഷോപ്പുകളല്ല. ഇവർ സാധാരണ ഡ്രസ്സ് മേടിക്കുന്ന ഇവരുടെ ലോക്കലായിട്ടുള്ള സ്റ്റോറുകൾ, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇവിടുത്തെ ഈ ഒരു ഏരിയയിൽ. അതായത് നമ്മുടെ ആ ഫുഡിൻ്റെ ആ ഒരു ഹാള്, ഓസ്റ്റോ മാൾ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള സംഭവം കാണാൻ പറ്റുന്നത്. ആക്ച്വലി ഇവരുടെ ഒരു ചില്ലിങ് സ്പോട്ടാണിത്. ഈ ഒരു രാജ്യക്കാരുടെ ക്യാപിറ്റലായിട്ടുള്ള സ്റ്റോക്ക്ഹോമിലെ, സ്വീഡിഷുകാരുടെ ക്യാപിറ്റലായിട്ടുള്ള സ്റ്റോക്ക്ഹോമിലെ ഒരു ചില്ലിങ് സ്പോട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ്, അങ്ങനെ ഞാനിങ്ങനെ നടക്കുമായിരുന്നു. നടന്ന് നമ്മളെ ഈ വാട്ടർ ഫ്രണ്ടിൻ്റെ സൈഡിൽ തന്നെ എത്തി. അതവിടെ കണ്ടോ, ഇവിടെ അങ്ങനെ കുറേ ബോട്ടുകളൊക്കെ ഉണ്ട്. കുറേ ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ബോട്ട് റൈഡും പരിപാടികളൊക്കെയാണ് സംഭവം. ഇവിടെ അങ്ങനത്തെ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അല്ലോ, ആ ഒരു ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ട ഒരു ടൈപ്പ് ഏരിയ. ഇത് ഒരുപാട് പേര് ഇപ്പം ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് പേര് വന്നിട്ട് മറ്റേ ഈ ബോട്ടിങ്ങിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ട് ബോട്ടിങ് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ടൂറിസ്റ്റ് ഏരിയ തന്നെയാണ്. പിന്നെ എന്തൊരു അമ്യൂസ്മെൻറ്റ് ഏരിയ പോലെ ഞാൻ അപ്പുറത്തെന്തോ കണ്ടായിരുന്നു. അപ്പുറത്തിങ്ങനെ മറ്റേ ഈ ചെറിയ ജയൻറ്റ് വീലല്ല, അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ എക്സിബിഷനൊക്കെ ഉണ്ടാകുന്ന ടൈപ്പ്, അങ്ങനത്തെ ടൈപ്പ് ഐറ്റംസൊക്കെ ഞാൻ അവിടെ കണ്ടായിരുന്നു. പിന്നെ അവിടെ കാഫേസ് ഉണ്ട്. ഇങ്ങനെ മെയിൻലി ഇങ്ങനെ ഒരു സൈറ്റ് സീയിങ്ങിൻ്റെയും ഒരു വൈബ് ഏരിയ ആണിത്. ഞാൻ പറഞ്ഞ അമ്യൂസ്മെൻറ്റിൻ്റെ ഏരിയ അതാണ്. മറ്റേ കറക്കുന്ന സാധനങ്ങളും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഗൈസ്, അങ്ങനെ മ്യൂസിയത്തിൻ്റെ ഒരു അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. വാസ മ്യൂസിയം, അതുപോലെ തന്നെ ബാക്യാബ മ്യൂസിയം, ഇതൊക്കെ ഈ അടുത്ത് തന്നെയാണ്. അങ്ങനെ നടന്ന് നമ്മൾ മ്യൂസിയംസ് ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ മ്യൂസിയംസാണ്. സ്പോട്ടുകൾ പറയുമ്പോൾ ഉള്ള മെയിൻ സ്ഥലങ്ങളാണ് അതൊക്കെ. ഇതിൻ്റെ അടുത്തായിട്ട് ഒരു പാലം കണ്ടോ, അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ഈ സെറ്റപ്പിൽ മൊത്തം റെസ്റ്റോറൻറ്റ്സ് ഇവിടെ സൈഡിലൊക്കെ ആയിട്ട് മൊത്തം ഈ കടലല്ല ഈ റിവറിലോട്ടേക്ക് ഇങ്ങനെ ഒരു സംഭവം കെട്ടി വെച്ചിട്ടാണ് മൊത്തം ഇവിടുത്തെ ഈ റെസ്റ്റോറൻറ്റ്സ് സെറ്റ് ചെയ്തേക്കുന്നത്. ഗൈസ്, ഇങ്ങനെ നടന്നിങ്ങനെ വന്നപ്പം ഇവിടെ ഒരു കിടിലൻ ബിൽഡിങ്ങൊക്കെ, ഏതോ മ്യൂസിയം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഏരിയ ഉണ്ടോ, മൊത്തത്തിൽ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് നോർഡിക് മ്യൂസിയം ആണ്. നോർഡിക് മ്യൂസിയം ഭയങ്കര കിടിലൻ ബിൽഡിങ്ങാണ്, ഒരു രക്ഷയില്ലാത്ത ബിൽഡിങ്ങാണ് സംഭവം. നോക്കട്ടെ, ഇതിനകത്ത് ടിക്കറ്റ് വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. നോക്കട്ടെ. ഈ മ്യൂസിയം ഒക്കെ ഉള്ള മൊത്തത്തിലുള്ള സ്ഥലത്തിൻ്റെ പേരാണ് ദയൂട്ട് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് സ്ഥലമാണ്. അവിടെയാണ് ഈ വാസ മ്യൂസിയവും ബാക്കി ഈ നോർഡിക് മ്യൂസിയം അങ്ങനെ എല്ലാം ഉള്ളത്. ഈ സംഭവമാണ്. എല്ലാവരും കയറി പോകുന്നുണ്ട്. ഇനിയിപ്പം ഇവരൊക്കെ ടിക്കറ്റ് ഉള്ളവരാണെന്നറിയില്ല. ടിക്കറ്റ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ, ടിക്കറ്റ് ഇല്ലാതെ കേട്ടില്ലെന്ന് പറയുകയാണെങ്കിൽ അയ്യോ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അകത്ത്. നോക്കട്ടെ എന്തായാലും. ഗായ്സ്, ഇതാണ് നോർഡിക് മ്യൂസിയത്തിൻ്റെ അകംഭാഗം. ഇങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കയറാൻ ടിക്കറ്റ് വേണം.
അഡൾട്ടിന് 170 ക്രോണോറാണ് സംഭവം വരുന്നത്. തൽക്കാലം ഞാൻ കയറുന്നില്ല. ഇപ്പം ഒരു ഇതുണ്ട്, പാസ്സുണ്ട്, സ്റ്റോക്ക്ഹോമിൻ്റെ ഒരു പാസ്സുണ്ട്. ആ പാസ് എടുത്താൽ ഇത് എല്ലാത്തിലേക്കും ആക്സസ് ഉണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ ഇത് ഓരോന്നും ഇപ്പം ഞാനിപ്പോൾ ഇവിടെ എത്ര മ്യൂസിയംസ് ഉണ്ട്, ഓരോ മ്യൂസിയത്തിന് ഓരോ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ 100 യൂറോ അങ്ങോട്ട് പൊട്ടും. 100 യൂറോൻ്റെ മുകളിൽ പൊട്ടുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പയ്യെ കയറുന്നില്ല. ചുമ്മാ അതിൻ്റെയൊക്കെ ഒരു ആർക്കിടെക്ചറൽ ഭംഗിയൊക്കെ നോക്കി പുറത്തൂടെയൊക്കെ നമുക്ക് പറയാലോ, ഇതിൻ്റെ പുറത്തൂടെയൊക്കെ നമ്മൾ നടന്നിട്ടുണ്ടെന്ന്. അകത്ത് നമ്മൾ കയറും, വേറെ ദിവസം വന്നിട്ട് നമ്മൾ എന്തായാലും ഇതൊക്കെ കയറും. നോക്കിക്കോ, ഇതിനകത്ത് മ്യൂസിയം ഷോപ്പൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഷോപ്പിൽ കയറി സാധനം മേടിക്കാം, പിന്നെ ടിക്കറ്റൊക്കെ വേണ്ട. അതുകൊണ്ട് ചുമ്മാ അകത്തോട്ടൊക്കെ കയറി ഇറങ്ങാൻ വിചാരിക്കുന്നു. നോക്കട്ടെ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഇതിൻ്റെ അകം. നല്ല പെൻസിലൊക്കെ ഉണ്ട് കേട്ടോ, നല്ല പെൻസിലുകൾ. വെള്ളം വരെ ഉണ്ട്, ഒരു ബ്രാൻഡ് ചെയ്ത് വെക്കുന്നത്, നോർഡിക് വാട്ടർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഗൈസ്, അതായിരുന്നു നമ്മൾ അതിനകത്തുള്ള ഷോപ്പിലൊക്കെ കയറിയത്. ആക്ച്വലി ഈ നോർഡിക് മ്യൂസിയം എന്ന് പറയുന്നത് ഈ നോർഡിക് റീജിയനിലുള്ള അതിൻ്റെ, അതായത് ഇപ്പം സ്വീഡനൊക്കെ നോർഡിക് റീജിയനാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കൾച്ചറൽ ഹിസ്റ്ററി, അതായത് പഴയ കാലം തൊട്ട് ഇപ്പോഴും വരെയുള്ള ഒരു ചേഞ്ചസും കൾച്ചറൽ ഹിസ്റ്ററിയും അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു ടൈപ്പ് മ്യൂസിയമാണ് ഇതിൻ്റെ അകത്ത്. അതാണ് നമ്മൾ ആ ഒരു മ്യൂസിയം ഷോപ്പിൽ കയറിയപ്പോൾ അവരുടെ ഒരു പഴയ ടൈപ്പ്, അവരുടെ പഴയ, അപ്പം നമ്മളൊക്കെ നമ്മുടെ ചില എക്സിബിഷനിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കരകൗശല വസ്തുക്കളൊക്കെ വെക്കുമല്ലോ, അതേപോലെയുള്ള സെറ്റപ്പിൽ ഇവർ ചെയ്യുന്നൊരു പരിപാടിയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അതാണ് നോർഡിക് മ്യൂസിയത്തിൻ്റെ അകത്ത് ഇവർ ഡിസ്പ്ലേ, അത് പല ടൈപ്പ് അവരുടെ ഫീസ്റ്റ് എങ്ങനെയാണ്, പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു, ഇപ്പം എങ്ങനെയാണ് ചേഞ്ചസ്, അങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരു ടൈപ്പ് ഒരു സെറ്റപ്പാണ്. ഇതിൻ്റെ ബിൽഡിംഗ് തന്നെ കാണുമ്പോൾ തന്നെ അടിപൊളിയാണല്ലോ. ബിൽഡിംഗ് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ വലിയൊരു കത്തീഡ്രലിൻ്റെ ഒരു സെറ്റപ്പാണ് സംഭവം. ഇവിടെ കത്തീഡ്രൽ ഉണ്ട്, ഞാനിപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ കത്തീഡ്രൽസ് ഉണ്ട്, പക്ഷേ കത്തീഡ്രൽസും ഇവിടെ പെയ്ഡാണ് സംഭവം. അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് നോർഡിക് സ്കാൻഡിനേവിയൻ റീജിയനിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ് സ്റ്റോക്ക്ഹോം. അപ്പോൾ അവർ അതിന് നല്ല മുതലാക്കുന്നുണ്ട് സംഭവം, കാരണം ആൾക്കാരും വരുന്നുണ്ട്, അത് രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് അവർ ഇതാക്കുന്നുണ്ട്. അവർക്ക് അതെല്ലാം ഒരു റവന്യൂ സോഴ്സായിട്ട് തന്നെ അവർ ഇതാക്കുന്നുണ്ട്. അതെല്ലാത്തിനും പേയ്മെൻറ്റൊക്കെ വെക്കുന്നവർ, ഫ്രീ ആയിട്ടുള്ള ഒരു എൻട്രി ഒന്നും വെക്കാതെ അങ്ങനെ പേയ്മെൻറ്റ് വെക്കുക. കാരണം അത്യാവശ്യം ആൾക്കാർ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, അതൊരു എക്കോണമിയുടെ ഭാഗമായിട്ട് എടുക്കുന്നുമുണ്ട്. എന്തായാലും നമ്മൾ വരും ഇങ്ങോട്ടൊക്കെ, എന്തായാലും വീണ്ടും ഞാൻ വരും, ഇനിയും നമുക്ക് കാണാം. എന്തായാലും അകത്തൊക്കെ ഇനിയിപ്പോൾ ഒരു ദിവസം വരും ഞാൻ, ഇതൊക്കെ കാണാൻ വേണ്ടി മൊത്തത്തിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റോക്ക്ഹോമിൻ്റെ ഒരു വിസിറ്റ്, ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. മെയിനായിട്ട് ഓൾഡ് ടൗണൊക്കെയാണ്. ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ, ഇവിടെ യൂറോപ്പിലെ രാജ്യങ്ങളിൽ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഇവിടെയുള്ള ഓൾഡ് ടൗണുകളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓൾഡ് ടൗണൊക്കെ നമ്മളെന്തായാലും കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ അടുത്തിപ്പോൾ വാസ മ്യൂസിയം ഉണ്ട്, ഇതുപോലെ പുറത്തുള്ള കുറച്ച് എന്തെങ്കിലും സെറ്റപ്പൊക്കെ ഉണ്ടാവും, അതും കണ്ടിട്ട് വരാം. പിന്നെ അങ്ങനെ കുറച്ച് സെറ്റപ്പ് ഉണ്ട്. എന്തായാലും ഇതിപ്പം ഈ റീജിയൻ, ഇതിപ്പോൾ ഇങ്ങോട്ടേക്ക് ഞാൻ ഉദ്ദേശിച്ചതല്ല, ചുമ്മാ നടന്നപ്പോൾ ഇങ്ങനെ പയ്യെ നടന്ന് ഈ ഏരിയയിലോട്ട് എത്തി. ഞാൻ ഇങ്ങോട്ടേക്ക് ബസ് കയറി വരണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. എന്തായാലും യാദൃശ്ചികമായിട്ട് ഇവിടെ എത്തി. പിന്നെ അതിന് ചുറ്റുമായിട്ട് ഒരുപാട് ഇങ്ങനൊരു ഗാർഡൻ ഏരിയ ഒക്കെ ഉണ്ട് സംഭവം. ഇങ്ങോട്ട് ബസ്സൊക്കെ ഉണ്ട് കേട്ടോ, അത് ബസ്സൊക്കെ പോകുന്നു അങ്ങോട്ട്. ഇവിടുത്തെ ബസ്, ട്രാം, ഇത് കണ്ടോ, പഴയ ട്രാം, ആ വരുന്നത് പഴയ ട്രാം. അവിടുത്തെ ഭയങ്കര ഒരു സംഭവം അല്ലേ ഈ ട്രാം. ഒരു ടോയ് ട്രാമൊക്കെ പോലെ ഉണ്ട്. ഇപ്പം അങ്ങനത്തെ പരിപാടിയാണോ എന്ന് അറിയില്ല. ഇനിയിപ്പോൾ ജസ്റ്റ് ഈ ഒരു ഏരിയയിലോട്ട് മാത്രമായിട്ടുള്ള സംഭവം. എന്തായാലും കൊള്ളാം. ഇപ്പോൾ ഈ ഏരിയയിൽ ഇപ്പോൾ ഞാനിപ്പം ജസ്റ്റ് ഇങ്ങനെ ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഈ ഏരിയയിലോട്ടൊക്കെ വരുമ്പോൾ ചുമ്മാ ജെമിനോട് ചോദിക്കും എന്താണ് സംഭവം, എനിക്കൊരു ടിക്കറ്റ് എടുക്കാൻ ഉദ്ദേശിക്കില്ല, പക്ഷേ ഇവിടെ വന്നിട്ട് കാര്യമുണ്ട്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും മ്യൂസിയത്തിൻ്റെ ഏരിയാസൊക്കെ വർത്താന്ന് പറയുന്നത്. കാരണം ഈ ഒരു ഗാർഡൻ ഏരിയയും അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ ഒരു ആർക്കിടെക്ചറൊക്കെ പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ അത് വർത്താന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടും കൽപ്പിച്ചും കൊണ്ട് നടന്നു. അതിൽ കൊള്ളാം. ഇപ്പോൾ അടുത്ത് എന്താ നോക്കട്ടെ, അടുത്ത വാസ മ്യൂസിയം പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഗൈസ്, ഇതാണ് ഈ മ്യൂസിയംസിൻ്റെ ഒക്കെ വേറെ ഏരിയ. ഈ ഒരു കവാടമൊക്കെ ഉണ്ട്. ഈ വാസ മ്യൂസിയം അതും ഇതൊക്കെ ഈ കവാടത്തിൻ്റെ അകത്തൂടെ കയറിപ്പോയി കഴിഞ്ഞാലാണെന്നാണ് കാണിക്കുന്നത്. നമുക്ക് കയറിപ്പോയി നോക്കാമല്ലോ. കണ്ടോ, ഇതിൻ്റെ അകത്ത് ഞാൻ കയറി. നല്ല കിടിലൻ ഗാർഡൻ കാണും സംഭവം. നല്ല പച്ചപ്പും ഹരിതാപവും ഒക്കെ ഉണ്ട്.
ആൾക്കാരൊക്കെ കയറി പോകുന്നുണ്ട്. ഗൈസ്, ഇതാണ് വാസ മ്യൂസിയത്തിൻ്റെ പുറത്തുനിന്നുള്ളൊരു കാഴ്ച. കണ്ടോ അതിൻ്റെ ആ ഒരു ഷിപ്പിൻ്റെ ആ ഒരു സാധനമൊക്കെ കണ്ടോ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്. അതായത് ഈ ഒരു വാസ മ്യൂസിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 17th സെഞ്ച്വറിയിലെ ഒരു ഷിപ്പ് ഇവിടെ വന്ന് അടിഞ്ഞ് ആ ഒരു ഷിപ്പ് പിന്നെ അതിൻ്റെ ചുറ്റും ഒരു സംഭവം കെട്ടിപ്പടുത്ത് ഒരു മ്യൂസിയം ആക്കി മാറ്റുവാണ് പിന്നെ ചെയ്തത് സംഭവം. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ മ്യൂസിയം ഓഫ് സ്പിരിറ്റ്സ് ഉണ്ട്, മ്യൂസിയം ഓഫ് വൈക്കിങ്സ് ഉണ്ട്. മ്യൂസിയം ഓഫ് സ്പിരിറ്റ്സ് ഇവിടുത്തെ പല ടൈപ്പ് സ്പിരിറ്റുകളുടെയും അതിനെക്കുറിച്ച് ചരിത്രങ്ങളെല്ലാം ഇതാക്കി വെച്ചേക്കുന്ന ഒരു ടൈപ്പ് മ്യൂസിയമാണ്. ഇത് കഴിഞ്ഞ് മ്യൂസിയം ഓഫ് വൈക്കിംഗ് കൾച്ചർ ആയിരുന്നല്ലോ ഇവിടെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോരോ സംഭവങ്ങളായിട്ട് പല പല മ്യൂസിയംസും ഈ ഒരു സ്ഥലം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഏരിയ മ്യൂസിയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് എന്തായാലും. അപ്പം അടിപൊളിയാണ് ഗൈസ്. സ്പിരിറ്റ് മ്യൂസിയത്തിൻ്റെ അവിടെയാണ് നമ്മളുള്ളത്. ഈ സംഭവമാണ്, അതായത് സ്വീഡിഷ് ഡ്രിങ്കിങ് കൾച്ചറെ മൊത്തം അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മ്യൂസിയമാണിത് സംഭവം. ഇതിൻ്റെ പുറത്ത് തന്നെ ഇതൊക്കെ ഉണ്ട്, കുറച്ച് റെസ്റ്റോറൻറ്റ് പരിപാടികളൊക്കെ ഉണ്ട്. പല പല ടൈപ്പുകളുടെ ഒതൻറ്റിക് ആയിട്ടുള്ള പല ഡ്രിങ്കുകൾ സ്പിരിറ്റുകളൊക്കെ ഇവരിവിടെ സെർവ് ചെയ്യുന്നൊരു സെറ്റപ്പാണ് ഇവിടെ കാണുന്നത് എന്തായാലും. പിന്നെ ഗൈസ്, ഈ കാണുന്നതാണ് വൈക്കിംഗ് മ്യൂസിയം. ഞാൻ പറഞ്ഞല്ലോ വൈക്കിംഗ് മ്യൂസിയമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്തായിട്ട് താഴെ മ്യൂസിയവും മുകളിലൊരു റെസ്റ്റോറൻറ്റും ഒക്കെ ആയിട്ടാണ് സംഭവം കാണാൻ പറ്റുന്നത്. വേണ്ട പുറത്തും റെസ്റ്റോറൻ്റ് ഉണ്ട്, ആൾക്കാരൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇത് മെയിൻലി ഇവരുടെ ഒരു ചില്ലിങ് സ്പോട്ടാണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ. ബാക്കിലും അങ്ങനെയൊക്കെ പല പല സംഭവം കണ്ടോ. എൻ്റെ ഫ്രണ്ടിലും മറ്റേ ബോട്ടിൻ്റെ മുകളിലൊക്കെ ഇരുന്ന ആൾക്കാരിരുന്ന് ചില്ല് ഇരിക്കുന്നു ഇങ്ങനെ. ഈ റിവർ സൈഡിൽ ഇരുന്നിട്ട് മെയിൻലി ചില്ല് ചെയ്യുന്നൊരു ഏരിയയാണ് ആൾക്കാരുടെ. എന്നാലും കൊള്ളാം, ഒരു ചില്ലിങ്ങിന് വേണ്ടി വരുന്ന സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ. സ്വീഡൻ എന്ന് പറഞ്ഞാൽ വലിയൊരു രാജ്യമാണ്. ഈ സ്വീഡൻ്റെ പല ഭാഗത്തു നിന്നും ഞാൻ പറഞ്ഞല്ലോ, രാവിലെ കണ്ടത് ഈ സ്വീഡൻ്റെ സദേൺ ഭാഗത്ത് നിന്നുള്ള ഒരു പുള്ളി ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, പുള്ളിക്ക് ലീവായിരുന്നു, പുള്ളി ഇന്ന് തിരിച്ചു പോവാണ്. ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സ്വീഡനിൽ വന്നേക്കുമായിരുന്നു. 2 ദിവസം ആൾ തിരിച്ചു പോയി. അങ്ങനെ പലരും, ഇപ്പോൾ സ്വീഡിഷുകാർ തന്നെ ഒരുപാട് പേര് വന്നിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല രാജ്യങ്ങളിൽ നിന്ന്, പല യൂറോപ്യൻ രാജ്യങ്ങളിൽ, പല പല രാജ്യങ്ങളിൽ നിന്നും ഇപ്പം ഞാൻ വരെ ഇവിടെ വന്നില്ലേ, അങ്ങനെ പലരും ഉണ്ട് ചില്ല് ചെയ്യാൻ വരുന്നവർ. അപ്പോൾ എന്തായാലും കൊള്ളാം. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താമെന്ന് വിചാരിക്കുന്നത്. കാരണം അത്യാവശ്യം ലെങ്ത്ത് ഇങ്ങനെ കൂടി വരുമായിരിക്കും. അപ്പം ബാക്കി ഇനി അടുത്ത ഭാഗത്തിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരാം. അത് കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു കണക്ഷൻ കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഫാമിലിക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ വീഡിയോസ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ, നമ്മൾ മുമ്പത്തെ ഒരുപാട് ട്രാവൽ സീരീസൊക്കെ ഉണ്ട്, അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മുന്നോട്ട് ഒരുപാട് ട്രാവൽ സീരീസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഞെക്കി വെക്കുക, അതാണ് ഞാൻ പറയാൻ വരുന്നത്. ഞാൻ ബാക്കി പഴയ വീഡിയോസ് ഞാൻ അവിടെ മുകളിൽ ഇങ്ങനെ കൊടുത്തേക്കാം, നിങ്ങളതൊക്കെ കണ്ടിട്ട് പോവാ. എന്നിട്ട് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. നമ്മൾ അടുത്ത ഭാഗം, അപ്പം ഇതിൻ്റെ അടുത്ത കണ്ടിന്യൂഷൻ നമ്മൾ അടുത്ത ഭാഗം വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ബൈ.